നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവർ TV 24/7 പ്രധാന വാർത്തകളുമായി ഞാൻ ദിവ്യ നായർ. പണം ചോദിച്ചു തൃശൂർ മേയറെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി, തുറന്നടിച്ച് ലാലി. സൽമാൻ ഖാന്റെ ഫാം ഹൗസിൽ ധോണിയും ദില്ലനും, വൈറൽ ചിത്രം ആഘോഷമാക്കി ആരാധകർ. കളങ്കാവൽ സിനിമയിലെ വിശേഷങ്ങൾ പങ്കിട്ട് അണിയറ പ്രവർത്തകർ, പ്രേക്ഷകരോട് സംവദിച്ച് താരങ്ങളും സംവിധായകനും. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിന് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്തെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിൽ അധ്യക്ഷ ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പ് ഇന്ന്. തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ശബരിമല സന്നിധാനത്തിൽ എത്തിച്ചേരും. CPIക്ക് ഇന്ന് 100ാം വയസ്സ്. സംഘടനാ ശക്തി കുറയുന്നത് ആശങ്കകൾക്ക് ഇടയാക്കുന്നു എന്ന് ജനറൽ സെക്രട്ടറി D. രാജ. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യ വിമാനം വ്യാഴാഴ്ച പറന്നിറങ്ങി. ആദ്യ യാത്രക്കാരെ സ്വാഗതം ചെയ്ത് ഗൗതം അദാനി. ശബരിമല സ്വർണ്ണക്കടത്ത് D. മണിയെ പ്രത്യേക സംഘം ഇന്ന് ചോദ്യം ചെയ്യും. സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട തർക്കം. +1 വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് വിദ്യാർത്ഥികൾ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള AI ഫോട്ടോ. N. സുബ്രഹ്മണ്യത്തിനെതിരെ കേസ്. വാർത്തകൾ വിശദമാകുന്നു. തൃശൂർ മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഡോക്ടർ നിജി ജസ്റ്റിനെ കഴിഞ്ഞ ദിവസം മേയറായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെ മേയർ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഥമ പരിഗണനയിലുണ്ടായിരുന്ന ലാലി ജെയിംസ് ഇടഞ്ഞു. ഇന്ന് നടക്കാനിരിക്കുന്ന മേയർ തിരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് വിപ്പ് സ്വീകരിക്കാൻ ലാലി തയ്യാറായില്ല. പണം കൈപ്പറ്റിയാണ് മേയർ പദവിയിൽ നിന്ന് തന്നെ തഴഞ്ഞതെന്ന ഗുരുതരമായ ആരോപണവും അവർ ഉയർത്തി. ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ പനവേലിലുള്ള ഫാം ഹൗസ് ഏറെ പ്രസിദ്ധമാണ്. പ്രമുഖരായ പലരും പലപ്പോഴായി ഇവിടെ എത്തുന്ന വാർത്തകളും ശ്രദ്ധേയമാകാറുണ്ട്. സൽമാനൊപ്പം ക്രിക്കറ്റ് താരം MS ധോണിയും ഗായകൻ AP ദില്ലനും നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. നടനും നിർമ്മാതാവുമായ അതുൽ അഗ്നിഹോത്രിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ചിത്രം പങ്കുവച്ചത്. കളങ്കാവൽ സിനിമയുടെ വിജയരഹസ്യം പ്രേക്ഷകരുമായി പങ്കിട്ട് സിനിമയിലെ താരങ്ങളും സംവിധായകനും തിരക്കഥാകൃത്തും അടക്കമുള്ളവർ ഒത്തുചേർന്നു. പ്രേം നസീർ മൂവി ക്ലബ്ബാണ് കളങ്കാവൽ സിനിമ സംവാദം ഒരുക്കിയത്. ചിത്രത്തിലെ താരങ്ങളെയും സംവിധായകനെയും തിരക്കഥാകൃത്തിനെയും പ്രേക്ഷകർക്ക് നേരിൽ കാണാനും അവസരമൊരുങ്ങി. പ്രേക്ഷകരുടെ സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയുമായി സിനിമാ സംവാദം അക്ഷരാർത്ഥത്തിൽ ഒരു സൗഹൃദവേദിയായി മാറി. സൂര്യകൃഷ്ണമൂർത്തി സംവാദം ഉദ്ഘാടനം ചെയ്തു. ഇത്തരം വേദികൾ സിനിമയ്ക്ക് അത്യാവശ്യമാണെന്നും ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ഒരു സിനിമയെയും നിരാകരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. സംവിധായകൻ ജിതിൻ K. ജോസ്, തിരക്കഥാകൃത്ത് ജിഷ്ണു ശ്രീകുമാർ എന്നിവർക്കൊപ്പം ചിത്രത്തിൽ അഭിനയിച്ച 15ഓളം താരങ്ങളും സംവാദത്തിൽ ഒന്നിച്ചു. നടൻ വഞ്ചിയൂർ പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. ചിത്രത്തിന്റെ പ്രവർത്തകർക്ക് നടൻ അലൻസിയർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.